അപ്പം നമ്മൾ കുറേ പാട്ടുകാരുടെ പാട്ട് പാടി. അപ്പം നേരത്തെ സൂചിപ്പിച്ചായിരുന്നു കമുകറ സാറിൻ്റെ പാട്ട് പാടാമെന്ന് പറഞ്ഞായിരുന്നു. ഞാനിവിടെ നേരത്തെ വർഷം ഓർക്കുന്നില്ല, നമ്മുടെ അയലുണ്ണികൃഷ്ണന്റെ ട്രൂപ്പിൽ പാടിയിരുന്നു ഗാനമേളയ്ക്ക്. മ്യൂസിക് ഗാനമേളയാ. അപ്പൊ ഞാനായിരുന്നു മലയാളം പാടി. എത്ര ട്രൂപ്പിൽ ഇതുവരെ പാടിയിട്ടുണ്ട്? 19 മേലുണ്ട്. 50 ട്രൂപ്പിന് മേളിൽ പാടി. അപ്പൊ ഞാനിങ്ങനെ പാടുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഉണ്ണിയണ്ണം പറഞ്ഞ് എന്നാ ഒന്ന് പാടി കേൾക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ കമുകറ സാറിനെ അനുകരിച്ച് ഞാൻ പാടി. പ്ലീസ്. ഈശ്വര ചിന്തയെ തൊന്തേ മനുജനു ശാശ്വതമേ ഉലകിൽ. ഈശ്വര ചിന്തയെ തൊന്തേ മനുജനു ശാശ്വതമേ ഉലകിൽ. ഇഹപര സുകൃതം ഏകിടുമാർക്കും ഇതു സംസാര വിമോചന മാർഗം. ഈശ്വര ചിന്തയിതോമേ മനുജനു ശാശ്വതമേ ഉലകേ. സാബു കലക്കിക്കൊണ്ടിരിക്കുകയല്ലേ? തകർത്ത്. സാബു, എന്തോ സാബുവിന് പിന്നെ മനോജിന്റെ അച്ഛനുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്. തീർച്ചയായിട്ടും. അച്ഛന്റെ പാട്ടുകൾ ഏതായാലും പാടാറുണ്ടോ? പാടാറുണ്ട് തീർച്ചയായിട്ടും. ഏതാണ് ഇഷ്ടമുള്ള അച്ഛന്റെ ഒരു പാട്ട്? ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ടു നടക്കാറുണ്ടിവിടെ. ദുഃഖങ്ങളാഘോഷം നടത്താറുണ്ടിവിടെ. മോഹങ്ങളും മോഹഭംഗങ്ങളും ചേർന്ന് കഥകളിയാടാറുണ്ടിവിടെ. ചിന്തകൾ സപ്താഹം ചൊല്ലാറുണ്ടിവിടെ. മുറജപമില്ലാത്ത കൊടിമരമില്ലാത്ത പഴയ ഗുഹാക്ഷേത്രം. മാനവ ഹൃദയം ദേവാലയം. പോയ വസന്തം നിറമാല ചാർത്തും ആരണ്യ ദേവാലയം. മാനവ ഹൃദയം ദേവാലയം. താങ്ക് യു. അച്ഛന് വലിയ സന്തോഷമാണ് കേട്ടോ ഈ പ്രോഗ്രാം കാണാൻ. സോ സാബു, അമൃതയുടെ ഒരു ആദരവുണ്ട്. അത് നൽകുന്നത് മനോജ് കെ ജയനാണ്. ഞങ്ങളങ്ങോട്ട് വരിക. സാബു, എന്തായാലും വളരെ ഗംഭീരമായി. നമ്മുടെ പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും സാബുവിനെ മറക്കാൻ പറ്റില്ല. കാരണം എന്താ പറയുന്നത്, മനോഹരമായിട്ടുള്ള കുറച്ച് പാട്ടുകൾ, കുറച്ച് മിമിക്രി എല്ലാം ഉണ്ടായിരുന്നു കയ്യിൽ. സോ മനോജ് അമൃത ടിവിക്ക് വേണ്ടി ഒരു ആദരവ് നൽകുകയാണ്. തീർച്ചയായും. എനിക്കിതൊരു വലിയ അഭിമാനമാണ്, സന്തോഷമാണ് കേട്ടോ.